നമസ്കാരം, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് അമ്മമാർ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാർ ചോദിക്കുന്നു കുഞ്ഞിൻ്റെ നിറം കുറയുന്നു, എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഡയപ്പർ റാഷസ് മാറാൻ എന്ത് ചെയ്യണം, പിന്നത്തെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുഞ്ഞിന് ഡ്രൈ സ്കിന്നാണ്, അത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കറ്റാർ വാഴ ജെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ കറ്റാർ വാഴ ഒരു ഔഷധ സസ്യമാണ്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ കണ്ടുവരുന്നുണ്ടല്ലേ. ഏത് പ്രായക്കാർക്കും പ്രായഭേദമന്യേ ഏത് ആളുകൾക്കും ഒത്തിരി നല്ലത് തന്നെയാണ് ഈ കറ്റാർ വാഴ. ഈ കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സ്കിന്നിന്, മറ്റൊന്ന് നമ്മുടെ പല പല അസുഖങ്ങൾ നിയന്ത്രിക്കാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കറ്റാർ വാഴ കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെല്ലെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് കറ്റാർ വാഴയുടെ ജെല്ല് മേടിക്കാൻ കിട്ടും, അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് അവരുടെ ശരീരത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അതിലാദ്യത്തേത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രൈ സ്കിൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ പല അമ്മമാരും ഡ്രൈ സ്കിന്നിനുള്ള പരിഹാരം ചോദിക്കുന്നുണ്ട്. കറ്റാർ വാഴയുടെ ജെല്ല് വളരെ ചെറിയ തോതിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രൈ സ്കിൻ മാറുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞിന് നമ്മൾ കറ്റാർ വാഴ ഉപയോഗിക്കുന്നതെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞിന് എന്ത് ജെല്ലായിക്കോട്ടെ ഉപയോഗിക്കുന്നതെങ്കിലും ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിന് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാലിൽ ഒരറ്റത്തായിട്ടൊന്ന് തേച്ച് നോക്കുക. കുഞ്ഞിന് ഇറിറ്റേഷനോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അലർജിയോ ഫീൽ ചെയ്യുന്നുവെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിനുള്ള ഉത്തമമായിട്ടുള്ള പരിഹാരമാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് കേട്ടോ. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ ജെല്ല് അപ്ലൈ ചെയ്തതിന് ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സൊന്നും ഇടിയിക്കേണ്ട കേട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡ്രസ്സൊന്നും ഉടനെ തന്നെ ഇടിയിക്കേണ്ട. കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഒരു ജെല്ല് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ ഇടിയിച്ചാൽ മതിയാവും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എക്സിമ വരും അല്ലേ, അല്ലെങ്കിൽ കരപ്പൻ വരും. അപ്പോൾ ഈ കരപ്പൻ, ചെറിയ തോതിലുള്ള കരപ്പനൊക്കെ മാറാനായിട്ട് ഈ ജെല്ല് അത്യുത്തമമാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഡയപ്പർ റാഷാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷ് മിക്ക കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡയപ്പർ റാഷ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചൂടൂര് കുറയാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല്. അതേപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നിറം വർദ്ധിക്കാനായിട്ടും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞിൻ്റെ സ്കിൻ കുറച്ച് കൂടെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടും സിൽക്കി ആവാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ മുടിയിൽ ഇത് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി വളരാനായിട്ടും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മുടിക്ക് നല്ല കരുത്തും സോഫ്റ്റ്നെസ്സും കൂടാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് അലർജികൾ, അതായത് തണുത്ത് വരിക, ചെറിയ ചെറിയ കുരുക്കൾ കാണപ്പെടുക, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഡസ്റ്റ് അലർജി കൊണ്ടിട്ട് കുരുക്കളൊക്കെ കാണപ്പെടും, ചിലപ്പോൾ തിണർത്ത് വരുന്നൊരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ കറ്റാർ വാഴയുടെ ജെല്ലിന് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഡയപ്പർ റാഷസ് മാറാനും ഡയപ്പർ ഏരിയയിൽ ഉണ്ടാവുന്ന കറുത്ത ആ ഒരു പാട് അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനായിട്ടും നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തൊക്കെ എവിടെയെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ നിറം ഒന്നുകൂടെ നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരം ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കുറച്ചുകൂടെ നിറം ഒന്ന് വർദ്ധിക്കാനായിട്ടും കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. പക്ഷേ ഇങ്ങനെയെല്ലാം ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക,
നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇപ്പോൾ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ട് ഉണ്ടാവുന്ന ചൊറിച്ചിൽ, കുരുക്കൾ, ഇതൊക്കെ മാറാനായിട്ടും കൊതുക് കുത്തിയത് കൊണ്ടുണ്ടാവുന്ന തണുപ്പ് അതൊക്കെ മാറാനായിട്ടും കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ജെല്ലെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.